ബഹുമാന്യരെ, യാക്കോബിന്റെ ലേഖന പഠനത്തിന്റെ 12ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലായി 1-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളും 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളും പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഒന്നാം ഭാഗത്ത് വി ക്യാൻ ബി ഷുവർ ഓഫ് ദി പർപ്പസ് ഓഫ് ഗോഡ്, നമ്മെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ അതെന്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഉറപ്പും ധൈര്യവും ഉണ്ട് എന്ന് യാക്കോബ് പറഞ്ഞു. രണ്ടാം ഭാഗത്ത് വി ക്യാൻ ബി അഷ്വർ ഓഫ് ദി ഗുഡ്നെസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നന്മയെ സംബന്ധിച്ച് നമുക്ക് ഉറപ്പുള്ളവരായി തീരുവാൻ കഴിയുമെന്ന് 1:13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തലൻ പറയുകയുണ്ടായി. അവിടെ ദൈവത്തിന്റെ നന്മ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പരീക്ഷകൾ, പരിശോധനകൾ, ഇവയെല്ലാം വാസ്തവത്തിൽ ആത്യന്തികമായി ദൈവം നന്മയ്ക്കായി നമ്മിൽ കൂടി വ്യാപരിപ്പിക്കുന്നു എന്നുള്ള നമ്മുടെ ഹൃദയത്തിന്റെ ഉറപ്പാണ്. അപ്പൊ ഏത് നിലയിലുള്ള പരിശോധനകളും ഒരു ക്രിസ്തീയ വിശ്വാസിയെ കൂടുതൽ ഉറപ്പുള്ളവനാക്കി ദൈവസന്നിധിയിൽ നിർത്തുന്നു അല്ലെങ്കിൽ തീർക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് പഠിക്കാൻ പോകുന്ന 1-ാം അധ്യായത്തിന്റെ 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. ദാറ്റ് വി ക്യാൻ ബി ഷുവർ ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ്, ദൈവ വചനത്തെക്കുറിച്ചുള്ള സ്ഥിരതയും ഉറപ്പും നമുക്ക് ഉണ്ടാകുന്നു. 19-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസവും ഉള്ളവരായിരിക്കും എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം ഒരു ക്രിസ്തീയ വിശ്വാസി കേൾക്കുക മാത്രമല്ല അത് അനുസരിക്കുകയും കൂടെ ചെയ്യണം എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ ഭാഗത്ത് അപ്പോസ്തലൻ നമുക്ക് നൽകുന്നത്. 21-ാം വാക്യത്തിൽ ഒരു കാർഷിക മണ്ഡലത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നമ്മിൽ ഉൾനട്ടതായ ദൈവവചനം എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ വചനം ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ദൈവം ഒരു സസ്യത്തെ നടുന്ന പോലെ അല്ലെങ്കിൽ ഒരു ചെടിയെ നടുന്ന പോലെ ദൈവം നടുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉൾനട്ടതായിട്ടുള്ള ദൈവവചനം എന്ന് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 13:1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലും 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വിതയ്ക്കുന്നവന്റെ ഉപമ യാക്കോബിന്റെ മനസ്സിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ വാസ്തവത്തില് നമ്മുടെ ഹൃദയത്തെ വാസ്തവത്തിൽ ഈ ചെടികൾ പാകുവാൻ അല്ലെങ്കിൽ വിത്ത് പാകുവാൻ മതിയായ മണ്ണായിട്ടും ദൈവത്തിന്റെ വചനത്തെ വിത്തായിട്ടും ഉപമിച്ചുകൊണ്ടാണ് യേശു ക്രിസ്തു ആ വിതയ്ക്കുന്നവന്റെ ഉപമയെ പറഞ്ഞത്. ഒരു വിശ്വാസിയുടെ ഹൃദയം ദൈവവചനത്തിനു വേണ്ടി പാകപ്പെടുത്തിയ ഒരുക്കപ്പെട്ട വയൽ അല്ലെങ്കിൽ മണ്ണാണെങ്കിൽ അവിടേക്ക് എറിയപ്പെടുന്ന വിത്ത് അത് 30, 60, 100 മേനി ഫലം കായ്ക്കുവാൻ ഇടയായിത്തീരും. ഇതിനിടയില് കിളുത്തു വരുന്നതായിട്ടുള്ള കളകളുണ്ട്. ആ കളകളെ നമ്മൾ ക്ലീൻ ചെയ്യുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇത് ദൈവവചനം നിരന്തരമായി നാം പ്രാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വരുമ്പോൾ കാർഷിക ലോകത്ത് നിന്ന് വളരെ വേഗത്തിൽ ഒരു കണ്ണാടിയിലേക്ക് നമ്മുടെ മനസ്സിനെ കൂട്ടിക്കൊണ്ടുവരികയാണ് യാക്കോബ്. അതിന്റെ 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് അവിടെ പറയുന്നെങ്കിലും വചനം കേൾക്കുക മാത്രമല്ല അനുസരിക്കുന്നവരായും കൂടെ ഇരിപ്പീൻ, ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കും. ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു. നോക്കണം, ഇവിടെ അപ്പോസ്തലൻ പറയുന്ന ഒരു കണ്ണാടിയുടെ മുമ്പാകെ വിശ്വാസിയെ നിർത്തുകയാണ്. കണ്ണാടി വാസ്തവത്തിൽ നമ്മെ എന്താണ് കാണിക്കുന്നത്? വാസ്തവത്തില് വേർഡ് ഓഫ് ഗോഡ് റിവീൽസ് വാട്ട് വി ആർ ഓൺ ദ ഇൻസൈഡ് ജസ്റ്റ് ആസ് ദ മിറർ റിവീൽസ് ഹൗ വി അപ്പിയർ ഓൺ ദി ഔട്ട്സൈഡ്. ഒരു കണ്ണാടിയുടെ മുമ്പാകെ നിൽക്കുമ്പോൾ നമ്മുടെ മുഖത്തോ ശരീരത്തിലോ ഉള്ള പാടുകളോ ചെളിയോ മറ്റേതെങ്കിലും ഡേർട്ടോ ഉണ്ടെങ്കിൽ അത് കണ്ണാടി പ്രതിഫലിപ്പിച്ച് കാണിക്കുമ്പോൾ ബാഹ്യരൂപത്തിലുള്ള നമ്മുടെ വൈകൃതങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്തി അത് ദൂരീകരിപ്പാൻ സാധിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനമാകുന്ന കണ്ണാടി നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തെ നമ്മുടെ മുമ്പാകെ ബോധ്യപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും മണ്ഡലത്തിൽ മറഞ്ഞിരിക്കുന്ന പാപങ്ങളോ അശുദ്ധിയോ ഉണ്ടെങ്കിൽ അതിനെ നീക്കിക്കളയുവാനായി നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ വചനമാകുന്ന ആ കണ്ണാടിയിലേക്ക്
ഓരോ വിശ്വാസിയുടെയും അന്തരാത്മാവിനെ ദർശിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ അവിടെ നാം നോക്കുമ്പോഴാണ് ദൈവം ആ കണ്ണാടി നമ്മുടെ ജീവിതത്തിന്റെ കുറവുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ആവശ്യത എന്തൊക്കെയാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തും. അങ്ങനെ ബോധ്യപ്പെടുത്തുമ്പോൾ നമുക്ക് ആ കുറവുകളെ പരിഹരിക്കുവാനും ആവശ്യതകളെ ഫുൾഫിൽ ചെയ്യുവാനും നമുക്ക് സാധിക്കും. വളരെ വ്യക്തമായിട്ടാണ് അത് പറയുന്നത്. ഇനിയും ഒരാള് ഒരു കണ്ണാടിയുടെ മുമ്പാകെ നിൽക്കുന്നു, തന്റെ മുഖരൂപം എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയ ശേഷം അദ്ദേഹം അവിടുന്ന് മാറിപ്പോയി കഴിയുമ്പോൾ താൻ ഏത് വിധമായിരുന്നു ഈ കണ്ണാടിയിൽ തന്റെ മുഖം പ്രതിഫലിച്ചെന്നുള്ളത് വേഗത്തിൽ അവൻ മറന്നുപോകുന്നു. ദൈവവചനത്തെ അനുസരിക്കാതെ കേൾവിക്കാരായി മാത്രമേ ആയിരിക്കുകയും വചനത്തെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് യാക്കോബ് പറയുന്നത്. അവർ ദൈവവചനം കേൾക്കുന്നു, പക്ഷെ കേൾക്കുന്നെങ്കിലും അത് ജീവിതത്തിൽ ചെയ്യുവാനായി അല്ലെങ്കിൽ പ്രായോഗികമാക്കുവാനായി അവർക്ക് സാധിക്കാത്തതുകൊണ്ട് അവർ വേഗത്തിൽ അത് മറന്നുപോകുന്നു. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. എത്രയോ ആവർത്തിച്ചുള്ള ദൈവവചന കേൾവി, എല്ലായിടങ്ങളിലും വചന കേൾവിയാണ്. സ്നാന ശുശ്രൂഷയ്ക്ക് വചനം, ഹൗസ് വാമിങ്ങിന് വചനം, വിവാഹത്തിന് വചനം, വിവാഹ നിശ്ചയത്തിന് വചനം, മരണത്തിന് വചനം, ശവസംസ്കാരത്തിന് വചനം, കൺവെൻഷനുകളിൽ വചനം, ക്യാമ്പുകളിൽ വചനം, എല്ലായിടത്തും വചനം. പക്ഷേ നമുക്ക് യാതൊരു രൂപാന്തരവും ഉണ്ടാകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ വചനം കൊണ്ട് നമ്മുടെ ജീവിതത്തിലൊരു ഫലമുണ്ടാകുന്നില്ല എങ്കിൽ ഒരു വസ്തു മനസ്സിലാക്കിക്കോണം, നാം വചനത്തെ കേവലം കേൾക്കുന്നവർ മാത്രമാണ്, അതിനെ പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ ചെയ്യുന്നവരല്ല എന്നാണ്. അപ്പൊ ചതിക്കാതെ വചനം പ്രാമാണികമാക്കാനാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ വചനം പ്രായോഗികമാക്കണം. കേൾക്കുന്ന വചനത്തെ എന്ത് ചെയ്യണം? അത് പ്രായോഗിക തലത്തിലേക്ക് നമുക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് സാധിക്കണം. 22 മുതൽ 25 വാക്യങ്ങളിൽ ഒരു വിശ്വാസിയുടെ സ്വകാര്യ ജീവിതത്തിൽ ദൈവവചനത്തിനുള്ള സ്ഥാനം എന്താണെന്ന് യാക്കോബ് വ്യക്തമായി പറയുക. അവിടെ നമ്മുടെ 26, 27 വാക്യങ്ങളിൽ വിശ്വാസിയുടെ പരസ്യ ജീവിതത്തെയും 22 മുതൽ 25 വാക്യങ്ങൾ അവന്റെ സ്വകാര്യ ജീവിതത്തെ അല്ലെങ്കിൽ രഹസ്യ ജീവിതത്തെയുമാണ് അവിടെ പറയുന്നത്. 26 വാക്യം ശ്രദ്ധിക്കുക. 26 വാക്യത്തിൽ യാക്കോബ് പറയുന്നു, നിങ്ങൾ ഒരുവൻ എന്റെ നാവിന് കടിഞ്ഞാടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവുമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. ഇവിടെ ഭക്തി എന്നതിന് റിലീജിയൻ എന്നാണ് ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിരിക്കുന്നത്. അതിന്റെ എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡ് പ്രാക്ടീസ് ഓഫ് റിലീജിയൻ. എന്താണ് ഈ ഔട്ട്വേർഡ് പ്രാക്ടീസ്? നമ്മൾ വാസ്തവത്തില് ഒരു റിലീജിയനോട് ബന്ധപ്പെട്ടാണ്, ക്രിസ്ത്യൻ എന്ന് പറയുന്ന റിലീജിയനോട്, മതവിഭാഗത്തോട് ബന്ധപ്പെട്ടാണ് നമ്മളെക്കുറിച്ചൊക്കെ പറയുന്നത്. അവിടെ വാസ്തവത്തില് ബൈബിള് ഒരു സ്ഥലത്തും ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ വിശ്വാസത്തെ ഒരു മതത്തോട് ചേർത്ത് പറഞ്ഞിട്ടില്ല. മതമല്ല ഇവിടുത്തെ വിഷയം. ഇറ്റ്സ് എ മിറാക്കിൾ, എ ന്യൂ ബർത്ത്, എ ഡിവൈൻ ലൈഫ്. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ അതിശയകരമായി സംഭവിക്കുന്ന ഒരു ദൈവികമായിരിക്കുന്ന വീണ്ടും ജനനമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ജീവൻ നമ്മിലേക്ക് പകരുന്ന അനുഭവമാണ്. അതാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അതുകൊണ്ട് വാസ്തവത്തില് ഏതെങ്കിലും ഒരു വ്യക്തി തന്നെക്കുറിച്ച് തന്നെ ഭക്തനാണ് അല്ലെങ്കിൽ മതഭക്തിയുള്ള ആളാണ് എന്ന് ചിന്തിക്കുന്നെങ്കിൽ യാക്കോബ് പറയുന്നത് അവൻ അത് തന്റെ ജീവിതം കൊണ്ട് തെളിയിക്കട്ടെ എന്നാണ്. ഒരാൾ തന്റെ ഭക്തനാണെന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതം കൊണ്ട് അത് തെളിയിക്കണം. ഇപ്പൊ മറ്റുള്ള ആളുകളെയൊക്കെ രാപകൽ കറക്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ ജീവിതങ്ങളിലെ കറക്ഷൻ അത് എങ്ങനെയാണെന്ന് അവർ സാധാരണയായി ചിന്തിക്കാറും ഇല്ല. നമ്മൾ സംസാരിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന വചനം, സ്വീകരിക്കുന്ന അതേ വചനം തന്നെ നമ്മെ കൂടെ ശോധന ചെയ്യുന്നതാണെന്ന് ദൈവത്തിന്റെ വചനം സ്പഷ്ടമായി പറയുന്നു. അപ്പൊ ഇവിടെ യാക്കോബ് പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഭക്തി എന്നുള്ളത് ജീവിതം കൊണ്ട് ഉരച്ച് കാണിക്കേണ്ട ഒന്നാണ്. എന്താണ് ഈ വാസ്തവത്തിൽ യഥാർത്ഥമായ ഭക്തിയുടെ അടയാളം? ആ യഥാർത്ഥമായ ഭക്തിയുടെ അടയാളം എന്ന് പറയുന്നത് ജീവിതം കൊണ്ട് നമ്മൾ ജീവിച്ച് കാണിക്കുന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇവിടെ 3 കാര്യങ്ങൾ പ്രത്യേകം പറയുന്നത്. 1, ആത്മനിയന്ത്രണം. അത് നമ്മുടെ യഥാർത്ഥ ഭക്തിയുടെ ഒരു പ്രത്യക്ഷമായ അടയാളമാണ്. അല്ലെങ്കിൽ അതിനെ ഇന്ദ്രിയ ജയം എന്ന് പറയും. കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക്, ഇതാണല്ലോ പഞ്ചേന്ദ്രിയങ്ങൾ. അപ്പൊ ആ ഇന്ദ്രിയങ്ങളുടെ മേൽ നമുക്കുള്ള ജയം, ജഡാഭിലാഷങ്ങളുടെ മേൽ നമുക്കുള്ള വിജയം, പാപത്തിന്റെ മേൽ നമുക്കുള്ള വിജയം, അതാണ് വാസ്തവത്തിൽ ഇവിടെ സെൽഫ് കൺട്രോൾ അല്ലെങ്കിൽ ആത്മനിയന്ത്രണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3-2. രണ്ടാമത് പറയുമ്പോൾ മറ്റുള്ളവരോടുള്ള നമ്മുടെ സ്നേഹം, അതായത് ക്രിസ്തു ദൈവത്തിൽ നിന്ന്
നമുക്ക് കാണിച്ചു തന്ന, അല്ലെങ്കിൽ ദൈവം ക്രിസ്തുവിൽ നമുക്ക് വെളിപ്പെടുത്തിയ ദൈവസ്നേഹം, ആ സ്നേഹം മറ്റുള്ളവരുടെ ബന്ധം നമുക്കുണ്ടായിരിക്കുക. നമുക്ക് വാസ്തവത്തിൽ അത് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ മറ്റുള്ളവർ അകന്നു പോകുന്നത് മറ്റുള്ളവരുടെ വിരോധം കൊണ്ടല്ല. അത് ഞാൻ സാധാരണയായി ആളുകൾ അകന്നു മാറുന്ന അവരോടുള്ള വിരോധം കൊണ്ടോ അവരെക്കാൾ മെച്ചമായ ഒരാളാണ് ഞാനെന്നുള്ള എന്റെ ചിന്താഗതി കൊണ്ടൊന്നുമല്ല. എനിക്ക് ചില മാനസികമായ ദണ്ഡനങ്ങളോ അകാരണമായ ഉപദ്രവങ്ങളോ നിരന്തരമായ ആക്ഷേപങ്ങളോ പരിഹാസങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഇതിനാ വേറൊരു സംഘർഷത്തിന് വേണ്ടി നമ്മൾ ഏർപ്പെടുന്നത് എന്ന് വെച്ച് നമ്മൾ സാധാരണ നമ്മെ തന്നെ അകന്ന് സൂക്ഷിക്കും. പ്രൊവോക്കേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഏതെങ്കിലും നിലയിൽ നമ്മളെ പ്രകോപിപ്പിച്ചിട്ട് പ്രതികരിപ്പിക്കുക എന്നുള്ള നിലയിൽ. പക്ഷെ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണം പാലിക്കുക. 2, മറ്റുള്ളവരുള്ള ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ കാണിക്കുക. ഒരുവൻ ശപിക്കുമ്പോഴും നമ്മൾ ശപിക്കാതെ അവനെ അനുഗ്രഹിക്കുക. ദോഷം നിരൂപിക്കുമ്പോഴും നാം അവന്റെ നന്മ മാത്രം പ്രതീക്ഷിക്കുക. അങ്ങനെ ചെയ്യുക. ഇതാണ് ദൈവവചനം പറയുന്നത്. 3ാമത് പറയുന്നത് ഒരു വിശുദ്ധ ജീവിതത്തെക്കുറിച്ചാണ്. അപ്പം 3 അനിവാര്യതകൾ, അതായത് നമ്മള് യഥാർത്ഥ ഭക്തിയുടെ 3 വശങ്ങൾ ഇവിടെ അപ്പോസ്തലൻ പറയാണ്. 1, ആത്മനിയന്ത്രണം. 2, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം മറ്റുള്ളവർ സ്നേഹം. 3, ഒരു വിശുദ്ധ ജീവിതം. അത് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ 27ാം വാക്യത്തില് നമ്മൾ വായിക്കുന്ന ആ വാക്യഭാഗത്ത് ദൈവത്തിന് മുമ്പാകെ ശുദ്ധവും നിർമ്മലതയുമുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നു, ലോകത്താലുള്ള കളങ്കം പറ്റാതവണ്ണം തന്നെ താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. അപ്പൊ വാസ്തവത്തില് മറ്റുള്ളവർക്ക് വേണ്ടിയ സാക്രിഫിഷ്യൽ കെയർ ഫോർ അതേഴ്സ് ഹു ഡിസേർവ്സ് ഇറ്റ്. യാതൊരു ശുശ്രൂഷയ്ക്കും അർഹരാകുന്ന ആളുകളുടെ മുമ്പാകെ ത്യാഗാത്മകമായി നാം ചെയ്യുന്ന സേവനം, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വളരെ വ്യക്തമായി ഇവിടെ അപ്പോസ്തലൻ പറയുന്നു. അപ്പൊ ഇവിടെ സമ്പൂർണത എന്ന വാക്ക് യാക്കോബ് ഉപയോഗിക്കുന്ന ആവർത്തിച്ച് അദ്ദേഹം നല്ല ലേഖനത്തില് ഉപയോഗിച്ചിട്ടുണ്ട്. പൂർണ്ണത, സമ്പൂർണത, പരിപൂർണത എന്നുള്ള വാക്കുകൾ. 1-ാം അധ്യായത്തിന്റെ 1, 2 വാക്യങ്ങള്, 13 മുതൽ 20 വാക്യങ്ങള്, 21 മുതൽ 27 വാക്യങ്ങൾ, ഇവിടെ എല്ലാം ഈ ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ വാസ്തവത്തില് ഇവിടെ 3 കാര്യങ്ങളാണ് അപ്പോസ്തലൻ ഈ 1-ാം അധ്യായത്തിൽ പറഞ്ഞത്. 1, വി ക്യാൻ ബി ഷുവർ ഓഫ് ദി പർപ്പസ് ഓഫ് ഗോഡ്, നമ്മെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം എന്താണെന്നുള്ളത് സംബന്ധിച്ച് നമുക്കൊരു നിശ്ചയദാർഢ്യത ഉണ്ട്. 2, വി ക്യാൻ ബി ഷുവർ ഓഫ് ദി ഗുഡ്നസ് ഓഫ് ഗോഡ്, ദൈവം നമ്മെക്കുറിച്ച് എപ്പോഴും നന്മ മാത്രം ആഗ്രഹിക്കുന്നവനാകുന്നു എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. 3, ദൈവവചനം നൽകുന്ന ഉറപ്പും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ട്. ഇതും മതി ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ പക്വമാകുന്ന ജീവിതശൈലിക്ക് ഒരു വിശ്വാസിയെ പാകപ്പെടുത്തുവാൻ ആവശ്യമാകുന്ന ആത്മീയ ഘടകങ്ങൾ. നമുക്ക് യാക്കോബ് പറഞ്ഞ ഈ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് നമ്മെ തന്നെ ധ്യാനിച്ച് സൂക്ഷിച്ച് നമ്മൾ ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ അതിനെ ഒരു കണ്ണാടിയോട് ഉപമിച്ചിട്ട് നമ്മുടെ അന്തര ആത്മാവിനെയും അവിടുത്തെ കുറവുകളെയും യഥാർത്ഥമായി ദൈവത്തിന്റെ വചനം നമുക്ക് വെളിപ്പെടുത്തിയിട്ട് വചനപ്രകാരം നമുക്കുള്ള ശുദ്ധീകരണം, അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അന്തരംഗത്തിലെ ശുദ്ധീകരണം കർത്താവ് വളരെ വ്യക്തതയോടെ ആഗ്രഹിക്കുന്നു. അതിലേക്കുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണ് ഈ വേദഭാഗം എന്നുള്ളത് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ദൈവം അനുവദിച്ചാൽ നമുക്ക് തുടർന്നുള്ള പാഠങ്ങളിൽ 2-ാം അധ്യായം അതിന്റെ വിഷയവിഭജനവുമാണ് പഠിക്കേണ്ടത്. ആ 2-ാം അധ്യായത്തിലെ വിഷയവിഭജനവും വളരെ വ്യക്തതയോടുകൂടി നമ്മൾ പഠിക്കുമ്പോൾ നമുക്കതിനകത്ത് ദൈവം നമ്മോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവിക സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ യാക്കോബ് പറയുന്നു. ഞാനതിന്റെ ആ ഡിവിഷൻ മാത്രം എന്ന് പറയാം. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വാക്യങ്ങളിൽ വിശ്വാസം സ്നേഹത്തിലൂടെ അത് പ്രകടമാക്കപ്പെടുന്നു എന്നുള്ളതും, ഈ 14 മുതൽ 26 വാക്യങ്ങളിൽ വിശ്വാസം പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്നു. അപ്പൊ വിശ്വാസം സ്നേഹത്തിലൂടെ വെളിപ്പെടുന്നു, 2 വിശ്വാസം പ്രവൃത്തിയിലൂടെ വെളിവാകുന്നു. ഈ 2 കാര്യങ്ങളാണ് യാക്കോബ് പറയുന്നത്. കർത്താവിനെ വെച്ചാൽ അടുത്ത എപ്പിസോഡിൽ നമുക്കത് പഠിക്കാം. ദൈവം ഈ ചിന്തകളാൽ നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുള്ള. താങ്ക് യു.